സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടില് ഇപ്പോ ഒരുപാട് മാസങ്ങൾക്ക് ശേഷം സേതു ആ സത്യം അറിയാൻ വേണ്ടിയിട്ട് പോകുകയാണ്. തന്റെ അച്ഛന്റെ മരണത്തിന് കാരണം ആരാണ്, അല്ലെങ്കിൽ എങ്ങനെ അച്ഛൻ മരിച്ചു എന്നുള്ള സത്യങ്ങളെല്ലാം സേതു അറിയുവാണ്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് ട്വിസ്റ്റുകൾ നിറഞ്ഞ ജീവിതമാണ് നമ്മുടെ സേതുവിൻ്റെയും പല്ലവിയുടെയും ഇപ്പോൾ മുന്നോട്ട് പോകുന്ന ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ പല്ലവിക്ക് ഇപ്പോൾ അപകടം സംഭവിച്ചത് എന്തുകൊണ്ടും നല്ലതായി എന്ന് തന്നെ പറയാൻ പറ്റും. അവരുടെ ഒരു പ്രണയ നിമിഷങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. അച്ഛനും അമ്മയും വിളിക്കാനായിട്ട് വന്ന സമയത്തും പല്ലവി ഒരിടത്തും പോകുന്നില്ല, അല്ലെങ്കിൽ തൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ പോകുന്നില്ല എന്ന് തന്നെ പറഞ്ഞു. പല്ലവിക്ക് അത്രയും സേതുവിൻ്റെ കൂടെ നിൽക്കാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം. എന്നാൽ ആ സംഭവങ്ങൾ കഴിഞ്ഞതിന് ശേഷം മറ്റൊരാള് അവിടെ എത്തി, പൊന്നുമടത്തിലെത്തി. വേറെ ആരുമല്ല, നമ്മുടെ പല്ലവിയാണ് പൊന്നുമടത്തിലെത്തിയത്. പല്ലവി വന്നു, പല്ലവിയല്ല, നമ്മുടെ ഇന്ദ്രനാണ് പൊന്നുമടത്തിലെത്തിയത് പല്ലവിയെ കാണാനായിട്ട്. പല്ലവിക്ക് കൈക്ക് പരിക്ക് പറ്റിയെന്ന് അറിഞ്ഞതിന് ശേഷം പല്ലവിയെ കാണാനായിട്ട് സേതു പൊന്നുമടത്തിലെത്തി. ഇന്ദ്രൻ പൊന്നുമടത്തിലെത്തിയിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നോക്കി. എന്നാൽ സേതു തടഞ്ഞപ്പോൾ എനിക്ക് വേറെ ഒന്നും വേണ്ട, എൻ്റെ ഭാര്യയെ കണ്ടിട്ട് പോയാൽ മതി എന്നൊരൊറ്റ നിലപാടിൽ തന്നെ ഇന്ദ്രൻ ഉറച്ചു നിന്നു. പല്ലവി വിളിച്ചപ്പോൾ പല്ലവി പുറത്തേക്ക് വരുന്ന സമയത്ത് പല്ലവി ഭയങ്കരമായിട്ട് ഉണങ്ങിപ്പോയി. നീ നിനക്ക് ഭക്ഷണമൊന്നും കിട്ടുന്നില്ലേ, എന്തായാലും നിനക്ക് വേണ്ടിയിട്ട് ഞാൻ കഴിക്കാൻ ഒരുപാട് ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്, നീ അതൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് ഇന്ദ്രൻ പല്ലവിയോട് പറയുകയും, നീ എൻ്റെ കൂടെ വാ, നിന്നെ ഞാൻ നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കാം, ഇവരൊക്കെ കാണിക്കുന്നത് മോശമായിട്ടുള്ള ഹോസ്പിറ്റലായിരിക്കും, ഞാൻ നിന്നെ നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കാം എന്നൊക്കെ ഇന്ദ്രൻ പറഞ്ഞു. എന്നാൽ പല്ലവിക്ക് ഇന്ദ്രനെ കാണുകയോ സംസാരിക്കുന്നതോ ഒന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ പല്ലവി പറഞ്ഞു, ഇന്ദ്രനോട് ഇറങ്ങിപ്പോകാനായിട്ട് അവിടെ നിന്ന് ആവശ്യപ്പെട്ടു. ഇറങ്ങിപ്പോവാനായിട്ട് തയ്യാറാകാതെ നിന്നപ്പോൾ സേതുവും ഇന്ദ്രനും തമ്മിൽ ചെറിയൊരു കയ്യാങ്കളിയായി. അങ്ങനെ ഇന്ദ്രനെ ഇറക്കി വിട്ടു. എന്തായാലും നീ എൻ്റെ ഭാര്യയാണ്, ഇപ്പോൾ എന്തൊക്കെ നീ പറഞ്ഞാലും എന്നെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞാലും മറ്റുള്ളവരുടെ കണ്ണിൽ ഞാൻ നിന്റെ ഭർത്താവ് തന്നെയാണ്, അതൊരിക്കലും മാറാൻ പോകുന്നില്ല. എന്നോടുള്ള ദേഷ്യം നീ ആ ഫ്രൂട്ട്സിനോട് കാണിക്കേണ്ട, നല്ലതുപോലെ കഴിച്ച് ശരീരം വെക്കാനായിട്ട് പറഞ്ഞു. അതിനുശേഷം ഇന്ദ്രൻ പോയതിന് പിന്നാലെ തന്നെ പല്ലവിയെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. എന്തായാലും പല്ലവി പേടിക്കേണ്ട ആവശ്യമില്ല, കുറച്ചു ദിവസത്തേക്കുള്ള ശല്യം മാത്രമേ ഉള്ളൂ. ആ ഒരു ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പല്ലവിയുടെ ജീവിതത്തിൽ ഇന്ദ്രൻ എന്ന് പറയുന്ന ശല്യമേ ഉണ്ടാകത്തില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഇന്ദ്രൻ നേരെ പോയത് പ്രതാപനെ കാണാൻ വേണ്ടിയിട്ടാണ്. പ്രതാപനെ പോയി കണ്ടു, സംസാരിച്ചു. അപ്പോൾ പൊന്നുമടത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ പ്രതാപനോട് ഇന്ദ്രൻ എന്താണ് നടന്നതെന്ന് വിശദീകരിച്ചു പറഞ്ഞു. ആ സമയത്തും പ്രതാപൻ പ്രത്യേകിച്ചൊന്നും കാര്യമാക്കിയില്ല. പ്രതാപൻ പറയുന്നത്, എന്തായാലും നമുക്ക് നോക്കാം, പല്ലവിയെ നമ്മുടെ പക്ഷം കൊണ്ട് വരണം, അത് ആ ഒരു ഡിവോഴ്സ് കേസ് വിജയിച്ചാൽ മാത്രമേ പല്ലവിയെ എന്നേക്കുമായിട്ട് നമ്മുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഡിവോഴ്സ് കേസ് വിജയിക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് ഇനി ഇരുവരും നടത്തുന്നത്. ഈ ഒരു സമയത്ത് എത്രയൊക്കെ ആണെങ്കിലും വീട്ടിലിരുന്നിരുന്നിരുന്നിരുന്ന് നമുക്ക് മടുക്കത്തില്ല. കുറേ നേരം നമ്മൾ തന്നെ ഇങ്ങനെ കൈയോ കാലോ ഒക്കെ ഒടിയുമ്പോൾ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ബോറടിക്കത്തില്ലേ. അപ്പോൾ പല്ലവിയുടെ ബോറടി മാറ്റാനായിട്ട് സേതു പുറത്തു പോകാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ പല്ലവിയുടെ സാരി തേക്കുന്നത് അടക്കം മടക്കി വെക്കുന്നതെല്ലാം കൃത്യമായിട്ട് സേതു എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനെല്ലാവരും കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ഇവിടെ തന്നെ ഇരിക്കുമ്പോൾ പല്ലവിക്ക് ബോറടിക്കത്തില്ല, നമുക്കൊന്ന് പുറത്തൊക്കെ പോയി കറങ്ങിയിട്ട് വരാം എന്ന് സേതു പറഞ്ഞു. അങ്ങനെ അവർ പുറത്ത് കറങ്ങാൻ വേണ്ടിയിട്ട് പോകുവാണ്. പുറത്ത് പോയി കറങ്ങി ഒരുപാട് ആ ഒരു കടൽ തീരത്തൊക്കെ പോയി സന്തോഷത്തോടു കൂടി സംസാരിച്ചിരിക്കുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. എന്തായാലും ഇന്ദ്രന്റെ കാര്യത്തിൽ പല്ലവി പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എന്തായാലും നോക്കാം, ഇന്ദ്രനെ നമുക്ക് പുകച്ച് പുറത്ത് ചാടിക്കാം എന്നൊക്കെ ഇങ്ങനെ ഇന്ദ്രൻ സേതുവും പല്ലവിയും സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു കാറ് ഈ സേതുവിനെ ഇടിക്കാൻ വേണ്ടിയിട്ട് വരുവാണ്. പെട്ടെന്ന് പല്ലവി കണ്ടതുകൊണ്ട് തന്നെ ആ ഒരു കാർ അപകടത്തിൽ നിന്നും സേതുവിനെ രക്ഷിക്കാനായിട്ട് പല്ലവിക്ക് സാധിച്ചു. വേറൊന്നുമല്ല, അവര് നടന്നു വരുന്നത് കണ്ടിട്ട് ഇന്ദ്രൻ അവിടെ പ്രതാപൻ കാർ ഓടിച്ചു വന്നതാണ്, സേതുവിനെ ഇടിക്കാൻ വേണ്ടിയിട്ട് പാഞ്ഞു വന്നതാണ്. എന്നാൽ പെട്ടെന്ന് പല്ലവി കണ്ടതുകൊണ്ട് തന്നെ സേതുവിനെ രക്ഷിക്കാനായിട്ട് സാധിച്ചു. ആ ഒരു കാർ കുറച്ച് മുന്നിലോട്ട് പോയി നിന്നിട്ട് നോക്കുന്നുണ്ട് അവർ പേടിച്ചോ ഇല്ലയോ എന്ന്. എന്നാൽ പ്രതാപന്റെ ഈ ഒരു ചതി കണ്ടപ്പോൾ സേതു പറയുകയും ചെയ്തു, പ്രതാപൻ എത്ര കിട്ടിയാലും പഠിക്കത്തില്ല, അവൻ എത്ര കിട്ടിയാലും അടിയും കൊണ്ട് പോകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പല്ലവി പറഞ്ഞത്, പ്രതാപനെ സൂക്ഷിക്കണം, അവന് ആരും ഭയങ്കരമായിട്ട് പേടിക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ് പ്രതാപൻ.
സ്വന്തം കാര്യം നടക്കാനായിട്ട് ഏതൊരറ്റം വരെയും പോകുന്ന, എന്ത് ചതിയും ചെയ്യാനായിട്ട് മടിയില്ലാത്ത ഒരാളാണ് പ്രതാപൻ എന്ന് സേതുവിനോട് പല്ലവി പറഞ്ഞു. എന്നാൽ പല്ലവി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ആരോടും പറയാത്ത ആ ഒരു രഹസ്യം പല്ലവി സേതുവിനോട് വിശദീകരിച്ചു. അന്ന് ആ ഒരു പോറ്റി നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ ആ ഒരു വിളക്കണഞ്ഞ സമയത്ത് അച്ഛൻ്റെ മുന്നിലിരുന്ന വിളക്കണഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു, മാധവന്റെ മരണം അസ്വാഭാവിക മരണമാണ്, സ്വാഭാവിക മരണമല്ല അസ്വാഭാവിക മരണമാണെന്ന് അയാൾ ഉറപ്പിച്ച് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ എല്ലാവരും ഭയങ്കരമായിട്ട് ഷോക്കായി. എന്നാൽ ഏറ്റവും കൂടുതൽ ടെൻഷനായത് ഒരാളാണ്, പ്രതാപന്റെ മുഖത്താണ് ഏറ്റവും കൂടുതൽ ടെൻഷനായത്. മാത്രമല്ല ആരും അതിനെ എതിർക്കാതെ നിന്നപ്പോഴും പ്രതാപൻ മാത്രമാണ് ആ പോറ്റിയെ എതിർത്തത്. അതിനുശേഷം അമ്മ ഹോസ്പിറ്റലായ സമയത്ത് പ്രതാപൻ കുറച്ച് പൈസ അവിടുത്തെ ഡോക്ടറിന് കൊണ്ട് കൊടുത്തു. ആ ഡോക്ടറിന്റെ കയ്യിൽ നിന്നും പ്രതാപന്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങുന്നത് ഞാൻ കണ്ടതാണ്. എന്നാൽ പിന്നെ ഞാൻ അറിഞ്ഞു മാധവനെ ചികിത്സിച്ചതും ഈ ഡോക്ടറാണെന്ന്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ആ ഡോക്ടർ പ്രതാപന്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങണം? അത് ഞാൻ ചിന്തിച്ചു. അപ്പോൾ പ്രതാപന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചതും അച്ഛന്റെ ചികിത്സയും കൂടി ആയപ്പോൾ എനിക്ക് ചെറിയൊരു ദുരൂഹതകൾ തോന്നുന്നുണ്ടെന്ന് സേതുവിനോട് പല്ലവി പറഞ്ഞു. അപ്പോൾ പ്രതാപനാണ് ഇതിന്റെ പിന്നിലെന്ന് അത് ഏകദേശം ഉറപ്പിച്ച സേതു പ്രതാപനെ അടിക്കാനായിട്ട് നേരെ പോവുകയും എന്നാൽ പല്ലവി തടഞ്ഞു. ഒരു കാരണവശാലും എടുത്തു ചാടരുത്. പ്രതാപൻ എന്ന് പറയുന്നത് ഒരു അടികിട്ടിയ പാമ്പാണ്. നമ്മൾ അടിച്ചിട്ട് ചത്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും എഴഞ്ഞു വരും. അതുകൊണ്ട് പ്രതാപനെ കൊടുക്കാനായിട്ടുള്ള എല്ലാ തെളിവുകളും നമ്മൾ ശേഖരിച്ച് അട്ടപ്പടലം പൂട്ടി വേണം പ്രതാപനെ നമ്മൾ പൂട്ടാനായിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഡോക്ടറിനെ കാണാനായിട്ട് സേതു തീരുമാനിച്ചു. ഡോക്ടറിനെ പോയി കണ്ടു. എന്നിട്ട് ഈ ഒരു കാര്യത്തെപ്പറ്റി, അച്ഛന്റെ മരണത്തെപ്പറ്റി ചോദിച്ചു. എന്നാൽ ഡോക്ടർ ആദ്യം സമ്മതിച്ചില്ല. എന്നാൽ ഭീഷണിപ്പെടുത്തി ഒരു കത്തിയെടുത്ത് കൊല്ലാനായിട്ട് നോക്കിയപ്പോൾ ഡോക്ടർ പേടിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു, അന്ന് നടന്ന സംഭവങ്ങൾ പറഞ്ഞു. അച്ഛനെ സീരിയസ് ആയിട്ട് അന്ന് അച്ഛന് കൊടുത്ത മരുന്ന് വേറെ മരുന്നാണ് കൊടുത്തതെന്നും പിന്നെ സീരിയസ് ആയിട്ട് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ കുറച്ചുകൂടി ഡോസ് കൂടിയ മരുന്നാണ് മാധവന് പ്രതാപൻ കൊണ്ടുകൊടുത്തത്. ഞാൻ ചോദിച്ചപ്പോൾ ഡെയിലി കഴിക്കുന്ന മരുന്നാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ അതിനുശേഷമാണ് ഡോസ് കൂടിയ മരുന്നാണെന്നും ആ ഒരു മരുന്ന് കാരണമാണ് മാധവന്റെ മരണത്തിന് കാരണമെന്നു കൂടി പ്രതാപൻ പറഞ്ഞു. ആ ഡോക്ടർ സേതുവിനോട് പറഞ്ഞു. അപ്പൊ ഇത് കേട്ട പാടെ തന്നെ സേതുവിന് ഭയങ്കര ദേഷ്യം വന്നു. പ്രതാപനെ പൂട്ടാനായിട്ട് സേതു ഇറങ്ങി പുറപ്പെട്ടു. എന്നാൽ ഞാൻ എപ്പോ വിളിച്ചാലും നിങ്ങൾ അവിടെ എത്തിയിരിക്കണം, ഈ ഒരു സത്യം എവിടെയും തുറന്നു പറയാനായിട്ട് നിങ്ങൾ തയ്യാറാകണം എന്നുകൂടി സേതു പറഞ്ഞു. ശരി, ഞാൻ എവിടെ വേണമെങ്കിലും വരാമെന്ന് ഉറപ്പ് പറഞ്ഞു. അങ്ങനെ നേരെ പ്രതാപനാണെങ്കിൽ ഈ സമയത്ത് വീട്ടിൽ വന്നതിന് ശേഷം ഭാര്യയോട് പത്മത്തിനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് വിദേശ യാത്ര പോകുവാണെന്ന് പറഞ്ഞു. എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ഫോൺ വിളിച്ചിട്ട് പറയാം, പക്ഷെ ആര് വന്നാലും ഞാൻ ഇവിടെ ഇല്ല, എവിടെ പോയി എന്ന് അറിയത്തില്ല എന്നുള്ളൊരു സ്റ്റാൻഡിൽ തന്നെ നീ ഉറച്ചു നിൽക്കണമെന്ന് കൂടി പ്രതാപൻ ഭാര്യയോട് പറഞ്ഞിട്ട് ഇറങ്ങി പോകുവാണ്. ആ ഇറങ്ങി പോകുന്ന സമയത്ത് പ്രതാപന്റെ മുന്നിലേക്ക് സേതു ചാടി വന്നു. അവിടെ നിന്ന് പ്രതാപന് രക്ഷയില്ല. ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.